നിസ്സംഗ കുമ്പസാരം എന്ന് പറഞ്ഞാൽ അറിയാമോ? നിസ്സംഗ കുമ്പസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് കേട്ടാലും കുഴപ്പമില്ലാത്ത ചില പാപമായിട്ട് ചെല്ലും. എന്നറിയാം, നോണ പറഞ്ഞിട്ടുണ്ട്, കുറ്റം പറഞ്ഞിട്ടുണ്ട്. ഗൗരവമായ പാപം മറച്ചു വെച്ചു. ഇങ്ങനെ ഗൗരവമായ പാപം മറച്ചു വെച്ചിട്ടാണ് ഒരു വ്യക്തി കുമ്പസാരിക്കുന്നെങ്കിൽ ആ കുമ്പസാരിച്ച കുമ്പസാരം കള്ളകുമ്പസാരം. അതിനുശേഷം നടത്തിയ കുമ്പസാരം വലിയ കള്ളകുമ്പസാരം. അങ്ങനെ കള്ള കുമ്പസാരം നടത്തിയിട്ട് ഈശോനെ സ്വീകരിച്ചാൽ അയോഗ്യതയോട് ഈശോ സ്വീകരിച്ചു. അയോഗ്യതയോട് ഈശോയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്നുള്ളത് 1 കൊരിന്തോസ് അതിന്റെ 11-ാം അധ്യായത്തിന്റെ 27 മുതൽ തിരുവചനത്തിൽ പറയും. അയോഗ്യതയുടെ നിങ്ങൾ കർത്താവിന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തപാനം ചെയ്താൽ ചിലര് ദുർബലരും, ചിലർ രോഗികളും, ചിലര് മരിച്ചു പോകാനും, മരിച്ചു പോകുന്ന പറഞ്ഞാൽ ശാരീരികമായ മരണമല്ല, അതായത് ചില പാപത്തിന്റെ അവസ്ഥ രക്ഷപ്പെടാൻ പറ്റുന്നില്ല, വീണ്ടും വീണ്ടും ആവർത്തിച്ചു പോകും. അത് ഈ അയോഗ്യതയോടെ കർത്താവിനെ സ്വീകരിക്കുന്നതിന്റെ കാരണമായിട്ടാണ്.